ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SDA ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു വിജ്ഞാപനത്തെക്കുറിച്ചാണ്. ഇതിലേക്ക് 10ാം ക്ലാസ് യോഗ്യത മുതലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിജ്ഞാപനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുകയുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ 1901 വേക്കൻസികളിലേക്കായിട്ട് ഓൺലൈൻ വഴി ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് B, ടെക്നീഷ്യൻ A തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് 1901 വേക്കൻസികൾ വരുന്നത്. ഓൾ ഓവർ ഇന്ത്യയാണ് ജോബ് ലൊക്കേഷനായി പറയുന്നത്. ഏകദേശം 19,900 മുതൽ 1,12,400 രൂപ വരെയാണ് ഇതിലേക്കുള്ള സാലറി പറയുന്നത്. ഓൺലൈൻ വഴി തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 2022 സെപ്റ്റംബർ 23-ാം തീയതിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് വേക്കൻസിയിലേക്കുള്ള വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. അഗ്രികൾച്ചർ എന്ന പോസ്റ്റിലേക്ക് SC കാറ്റഗറിയിൽ നിന്നും ഒരു വേക്കൻസി പറയുന്നുണ്ട്. ST ഒരു വേക്കൻസി, OBC 2 വേക്കൻസി, ജനറൽ കാറ്റഗറിയിൽ നിന്നും 6 വേക്കൻസി, ടോട്ടൽ 10 വേക്കൻസിയാണ് പറയുന്നത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് SC 6, OBC 4, EWS 2 വേക്കൻസി, ജനറൽ കാറ്റഗറിയിൽ നിന്നും 3 വേക്കൻസി, ടോട്ടൽ 15 വേക്കൻസിയാണ് പറയുന്നത്. ബോട്ടണി SC 1, ജനറൽ കാറ്റഗറി 2, ടോട്ടൽ 3 വേക്കൻസിയാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് SC 3 വേക്കൻസി, ST 3 വേക്കൻസി, OBC 8 വേക്കൻസി പറയുന്നുണ്ട്. EWS 2 വേക്കൻസി, ജനറൽ കാറ്റഗറിയിൽ നിന്നും 19 വേക്കൻസി, ടോട്ടൽ 35 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. കെമിസ്ട്രി SC 10 വേക്കൻസി, ST 3 വേക്കൻസി, OBC 12 വേക്കൻസി, EWS 10 വേക്കൻസി, ജനറൽ കാറ്റഗറി 23 വേക്കൻസി, ടോട്ടൽ 58 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് SC 4, ST 2, OBC 7, EWS 4, ജനറൽ കാറ്റഗറി 8, ടോട്ടൽ 25 വേക്കൻസി. കമ്പ്യൂട്ടർ സയൻസ് SC 25, ST 5, OBC 41, EWS 24, ജനറൽ 72, ടോട്ടൽ 167 വേക്കൻസി. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് SC 4, OBC 4, EWS 2, ജനറൽ 6, ടോട്ടൽ 17 വേക്കൻസി. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് SC 13, ST 4, OBC 18, EWS 4, ജനറൽ 29, ടോട്ടൽ 68 വേക്കൻസി. ഇലക്ട്രോണിക് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ SC 2, SC 2, OBC 11, EWS 3, ജനറൽ 13, ടോട്ടൽ 31 വേക്കൻസി. ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റിലേക്ക് 20 വേക്കൻസിയാണ് SC കാറ്റഗറിയിൽ നിന്നും. ST 14, OBC 52, EWS 23, ജനറൽ കാറ്റഗറി 83, ടോട്ടൽ 192 വേക്കൻസി. ഇൻസ്ട്രുമെൻറ്റേഷൻ SC 1, OBC 5, EWS 3, ജനറൽ 8, ടോട്ടൽ 17 വേക്കൻസി. ലൈബ്രറി സയൻസ് SC 2, OBC 8, EWS 2, ജനറൽ 11, ടോട്ടൽ 23 വേക്കൻസി. മാത്തമാറ്റിക്സ് ST ഒരു വേക്കൻസി, OBC 3 വേക്കൻസി, EWS 2 വേക്കൻസി, ജനറൽ കാറ്റഗറി 7 വേക്കൻസി, ടോട്ടൽ 13 വേക്കൻസി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് SC 40, ST 21, OBC 60, EWS 38, ജനറൽ 135, ടോട്ടൽ 294 വേക്കൻസി. മെറ്റൽ എനർജി SC 5, ST 1, OBC 5, EWS 1, ജനറൽ 9, ടോട്ടൽ 21 വേക്കൻസി. മെഡിക്കൽ ലാബ് ടെക്നോളജി MLTയിലേക്ക് SCയിൽ നിന്നും 1 വേക്കൻസി, ST 2 വേക്കൻസി, OBC 4 വേക്കൻസി, EWS 1 വേക്കൻസി, ജനറൽ 8 വേക്കൻസി, ടോട്ടൽ 16 വേക്കൻസി. ഫോട്ടോഗ്രാഫി OBC 1 വേക്കൻസി, EWS 1 വേക്കൻസി, ജനറൽ 6 വേക്കൻസി, ടോട്ടൽ 8 വേക്കൻസി. ഫിസിക്സ് SC 3 വേക്കൻസി, ST 2 വേക്കൻസി, OBC 6 വേക്കൻസി, EWS 6 വേക്കൻസി, ജനറൽ 15 വേക്കൻസി, ടോട്ടൽ 32 വേക്കൻസി. പ്രിൻറ്റിംഗ് ടെക്നോളജി
OBC ഒരു വേക്കൻസി, ജനറൽ 4 വേക്കൻസി, ടോട്ടൽ 5 വേക്കൻസി. സൈക്കോളജി SC 4 വേക്കൻസി, OBC 4 വേക്കൻസി, EWS ഒരു വേക്കൻസി, ജനറൽ 3 വേക്കൻസി, ടോട്ടൽ 11 വേക്കൻസി. ടെക്സ്റ്റൈൽ SC 3 വേക്കൻസി, OBC ഒരു വേക്കൻസി, EWS വേക്കൻസികളൊന്നും പറഞ്ഞിട്ടില്ല. ജനറൽ കാറ്റഗറി ഒരു വേക്കൻസി, ടോട്ടൽ 5 വേക്കൻസി. സുവോളജി SC 1 വേക്കൻസി, OBC 2 വേക്കൻസി, EWS 3 വേക്കൻസി, ജനറൽ കാറ്റഗറിയിൽ നിന്നും 3 വേക്കൻസി, ടോട്ടൽ 9 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്നീഷ്യൻ എ റിക്രൂട്ട്മെൻറ്റിലേക്കുള്ള വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ഓട്ടോമൊബൈലിൽ നിന്നും 5 വേക്കൻസിയാണുള്ളത്, ജനറൽ കാറ്റഗറിക്കാണ്. ബുക്ക് ബൈൻഡർ SC 2, ST 3, OBC 6, EWS 2, ജനറൽ കാറ്റഗറി 7, ടോട്ടൽ 20. കാർപ്പൻ്റർ SC 2, ST 2, OBC 1, EWS 1, ജനറൽ 4, 12 വേക്കൻസി ടോട്ടൽ. CNC ഓപ്പറേറ്റർ OBC 5 വേക്കൻസി, ജനറൽ 4 വേക്കൻസി, ടോട്ടൽ 9 വേക്കൻസി. കോപ്പ SC 16, ST 8, OBC 33, EWS 9, ജനറൽ കാറ്റഗറി 73, ടോട്ടൽ 139. ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ SC 4, ST 3, OBC 8, EWS 5, ജനറൽ 15, ടോട്ടൽ 35. DTP ഓപ്പറേറ്റർ SC 1, ST 1, OBC 2, ജനറൽ 4, ടോട്ടൽ 8 വേക്കൻസി. ഇലക്ട്രീഷ്യൻ SC 17, ST 13, OBC 20, EWS 9 വേക്കൻസി, ജനറൽ 47, ടോട്ടൽ 106 വേക്കൻസി. ഇലക്ട്രോണിക്സ് SC 12, ST 7, OBC 22, EWS 12, ജനറൽ 60, ആകെ മൊത്തം 113 വേക്കൻസി. ഫിറ്റർ SC 17 വേക്കൻസി, ST 10 വേക്കൻസി, OBC 30, EWS 19, ജനറൽ 51, ടോട്ടൽ 127 വേക്കൻസി. ഗ്രൈൻഡർ OBC 2 വേക്കൻസി, ജനറൽ 5 വേക്കൻസി, ടോട്ടൽ 7 വേക്കൻസി. മെക്കാനിസ്റ്റ് SC 12, ST 5, OBC 22, EWS 10, ജനറൽ 40, ടോട്ടൽ 59 വേക്കൻസി. മെക്കാനിക് ജനറൽ 4 വേക്കൻസി, ടോട്ടൽ വേക്കൻസി 4 ആണ്. മിൽറൈറ്റ് മെക്കാനിക്ക് 8 വേക്കൻസിയാണുള്ളത്, ജനറൽക്കാർക്കാണ്. മോട്ടോർ മെക്കാനിക്ക് SC 1, ST 1, OBC 4, EWS 3, ജനറൽ കാറ്റഗറി 4, ടോട്ടൽ 13. പെയിൻറ്റർ EWS 2, ജനറൽ കാറ്റഗറി 1, ടോട്ടൽ 3 വേക്കൻസിയാണ്. ഫോട്ടോഗ്രാഫർ SC 3, OBC 2, ജനറൽ 6, ടോട്ടൽ 11 വേക്കൻസി. റെഫ്രിജറേറ്റർ ആൻഡ് AC SC 1, OBC 3, EWS 1, ജനറൽ കാറ്റഗറി 3, ടോട്ടൽ 8 വേക്കൻസി. ഷീറ്റ് മെറ്റൽ വർക്കർ SC 2, ST 3, OBC 6, ജനറൽ 3, ടോട്ടൽ 14 വേക്കൻസി. ടർണർ എന്ന പോസ്റ്റിലേക്ക് 4 വേക്കൻസിയാണ് SCയിൽ നിന്നും. 6 ST, OBCക്കാർക്ക് 13 വേക്കൻസി ഉണ്ട്. EWS 5, ജനറൽ കാറ്റഗറി 17, ടോട്ടൽ 45 വേക്കൻസി. വെൽഡർ 5 വേക്കൻസിയാണ് SC 4, OBC 12, EWS 1, ജനറൽ കാറ്റഗറി 28, ടോട്ടൽ 50 വേക്കൻസി ഉണ്ട്. സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് B, ടെക്നീഷ്യൻ A തുടങ്ങിയ പോസ്റ്റുകളിലേക്കെല്ലാം അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി പറയുന്നത് 18 മുതൽ 28 വയസ്സ് വരെയാണ്. യൂഷ്വൽ ഏജ് റിലാക്സേഷൻ ഇതിലും ഉണ്ടാവുന്നതാണ്. SC ST കാൻഡിഡേറ്റ്സ് ആണ് അപേക്ഷിക്കുന്നതെങ്കിൽ അപ്പർ ഏജ് റിലാക്സേഷൻ പറയുന്നത് 5 വയസ്സാണ്. OBC ആണെങ്കിൽ 3 വയസ്സ്. ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റീസ് ഉള്ള ആളുകളാണ് അപേക്ഷകരെങ്കിൽ അവർക്ക് 10 വയസ്സാണ് പ്രായപരിധി പറയുന്നത്. ജനറൽക്കാർക്ക് SC STക്കാരാണ് അപേക്ഷിക്കുന്നതെങ്കിൽ 15 വയസ്സിൻ്റെ റിലാക്സേഷൻ ഉണ്ടാവുന്നതാണ്. OBC ആണെങ്കിൽ 13 വയസ്സിൻ്റെയും ഇളവ് ഉണ്ടാവുന്നതാണ്. എക്സ് സർവീസ്മാൻ ആണെങ്കിലും അതിൻ്റേതായ ഏജ് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഓരോ പോസ്റ്റിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻസ് നോക്കാം. അഗ്രികൾച്ചർ എന്ന പോസ്റ്റിലേക്ക് BSc ഡിഗ്രി ഇൻ അഗ്രികൾച്ചറൽ സയൻസ് ആണ് പറയുന്നത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. ബോട്ടണി BSc ഡിഗ്രി ഇൻ ബോട്ടണി ആണ്. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി റെക്കഗ്നൈസ്ഡ് ബൈ AICT ആണ്. കെമിസ്ട്രി BSc ഡിഗ്രി ഇൻ കെമിസ്ട്രി കെമിക്കൽ സയൻസ് തുടങ്ങിയാണ് പറയുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് BSc ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജിയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രോണിക് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്.
ഇലക്ട്രോണിക് ഓർ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ BSc ഡിഗ്രി ഇൻ ഇലക്ട്രോണിക് ഓർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പറയുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റേഷൻ BSc ഡിഗ്രി ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾഡ് എഞ്ചിനീയറിംഗ് ആണ്. ലൈബ്രറി സയൻസിലേക്ക് ഡിഗ്രി ഇൻ സയൻസ് ആണ് ആവശ്യപ്പെടുന്നത്. കൂടാതെ ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ ലൈബ്രറി സയൻസ് ഇതിലേക്ക് ആവശ്യമാണ്. മാത്തമാറ്റിക്സ് BSc ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് ആണ് പറയുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ ഓട്ടോമൊബൈൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മെയിൻ്റെനൻസ് ഒക്കെയാണ് പറയുന്നത്. മെറ്റൽ എനർജി ഡിപ്ലോമ ഇൻ മെറ്റൽ എനർജി എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. MLT ഫോട്ടോഗ്രാഫിക്കെല്ലാം BSc ഡിഗ്രി ഇൻ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫോട്ടോഗ്രാഫിയാണ് പറയുന്നത്. ഫിസിക്സിൽ BSc ഡിഗ്രി ഇൻ ഫിസിക്സ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. പ്രിൻറ്റിംഗ് ടെക്നോളജി BSc ഡിഗ്രി ഇൻ പ്രിൻറ്റിംഗ് ടെക്നോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ പ്രിൻറ്റിംഗ് ടെക്നോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്. സൈക്കോളജിയിൽ BSc ഡിഗ്രി ഇൻ സൈക്കോളജി BSc ഡിഗ്രി ഇൻ ടെക്സ്റ്റൈൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ കെമിസ്ട്രി ആണ് പറയുന്നത്. സുവോളജിയിലേക്ക് BSc ഡിഗ്രി ഇൻ സുവോളജിയാണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ. കൂടാതെ മെഡിക്കൽ ലാബ് ടെക്നോളജിയിലേക്ക് +2 ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. MLT കോഴ്സ് എടുത്ത് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ടെക്നീഷ്യൻ A എന്ന റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഓട്ടോമൊബൈലിലേക്കാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ ഇതിലേക്ക് ITI ഇൻ ഓട്ടോമൊബൈൽ ട്രേഡ് പറയുന്നുണ്ട്. ബാക്കി എല്ലാ ട്രേഡുകളിലേക്കും അതിൻ്റേതായ ITI ട്രേഡുകളാണ് ക്വാളിഫിക്കേഷനായി പറയുന്നത്. ഇതിലേക്കൊരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ജനറൽ OBCക്കാർക്കാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC ST ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതിയാവും. ഓൺലൈൻ വഴിയാണ് ഫീസ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ 23-ാം തീയതിക്ക് മുൻപായിട്ട് അപേക്ഷ സമർപ്പിക്കുക. സെപ്റ്റംബർ 23-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിലോടുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.